ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഒരു അമ്പല ദർശനം. നേരെ പോയത് കാറ്റൽ മേഖലയിലാണ് കേട്ടോ. ബോട്ട് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ബോട്ട് പതിയെ വന്നു തുടങ്ങി. നല്ല തിരക്കായിരുന്നു. കണ്ടല്ലോ തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നേ. അപ്പോൾ ഒരു ഫുൾ വ്ലോഗ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അവിടുത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും ബോട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നതും തിരക്കാണ്, തിരിച്ചങ്ങോട്ട് പോകുന്നതും തിരക്കാണ്. അത് കണ്ടില്ലേ, നല്ല വെയിലായിരുന്നു. അതാണ് എല്ലാവരും കുട പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ആ കുടയുടെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള സീറ്റ് കിട്ടി. അങ്ങനെ നേരെ നടന്ന് അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കാണ്. നോക്കിയോ, ക്യൂ ആണെങ്കിൽ ഒന്നൊന്നര ക്യൂ. അവിടെ നിന്ന് നേരെ നടന്ന് ഒരു മണിനേർച്ച ഉണ്ടായിരുന്നു. നേരെ ചെന്ന് ക്യൂ നിന്നിട്ട് ഒരു രക്ഷയില്ല. ഭയങ്കര ക്യൂ ആയി. ലാസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ അവിടെ അടുത്തെത്തി. അവിടെ നിന്ന് നേരെ എൻ്റെ രസീതും പറഞ്ഞ് രസീതിനുള്ള പൈസയും കൊടുത്തിട്ട് തിരിച്ച് ആ രസീതും വാങ്ങിച്ച് നേരെ കൊടുത്തു. തിരിച്ച് ഞങ്ങൾ കൊടുത്തിട്ട് നേരെ തൊഴാനായിട്ട് കയറി കേട്ടോ. തൊഴാനായിട്ട് കയറിയപ്പോഴോ ഇവിടെ ഒരു കുറുമ്പം കിടന്ന് കാണിക്കുന്ന വേലത്തരം കണ്ടോ. അവൻ്റെ അച്ഛൻ്റെ പിറകെ ഇങ്ങനെ നടന്ന് പോയി. അവനിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്. മണലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് കമ്പിയിലൊക്കെ ഇത് വലിഞ്ഞു കയറാനൊക്കെ പോകുന്നു. പിന്നെ ഇവർ ഫ്രണ്ടിലെ ഒരു ആങ്കിൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആങ്കിളിന് പിറകെ പതിയെ നടന്ന് പോവുക. ചുറ്റിലും നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കി ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നല്ല തിരക്ക്. പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊങ്കാല ആയതുകൊണ്ടായിരിക്കും, പൊങ്കാല ഞായറാഴ്ച ആയതുകൊണ്ട് ശരിക്കും നല്ല തിരക്കുണ്ട്. അവധി ദിവസമല്ലേ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അതിൻ്റെ ഇടയ്ക്ക് പൊങ്കാല, അവിടെ ചോറൂണ്, അല്ലാണ്ട് തുലാഭാരം എല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് അങ്ങോട്ട് നീങ്ങി. എന്നിട്ടും ക്യൂ ഇച്ചിരി ഉണ്ട്. നേരെ ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ നടന്ന് ബാക്ക് സൈഡിൽ കൂടെ ചെന്ന് ബാക്കിലത്തേതിലൊന്ന് തൊഴുത് ബേക്ക് വഴിയാണ് ഇറങ്ങിയത് കേട്ടോ. ഫ്രണ്ടിൽ കൂടെ ഇറങ്ങാൻ സമ്മതിക്കുമല്ലോ. അങ്ങനെ ബേക്ക് വഴി ഇറങ്ങി ബേക്ക് സൈഡിലൊക്കെ തൊഴുത് നാഗരാജാവിൻ്റെ അടുത്തോട്ട് നീങ്ങി. അവിടെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനും കൂടെ സംസാരിച്ച് വരിക. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ട് വരിക. ഈ ആ അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ നല്ല വെയിലായിരുന്നു. ആ വെയിലത്ത് നടന്നതേ ചെന്ന് പ്രസാദം വാങ്ങിക്കാനായിട്ട് പോവുക. നേരെ പ്രസാദവും വാങ്ങിച്ച് മണി കെട്ടാൻ നേരത്ത് ഉള്ള മണിയും വാങ്ങിക്കാനായിട്ട് അവിടെ ചെന്ന് ക്യൂ നിന്ന് മണിയും വാങ്ങിച്ചു. നേരെ ഞാൻ മണി കെട്ടാനായിട്ട് പോയി. അവിടെ ചെന്ന് അവിടെയും നല്ല തിരക്കായിരുന്നു. 7 വലത് ചുറ്റണമെന്നാണല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും. കാട്ടിൽ മേഖലമ്മയുടെ ഒരു ഇതിനെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്. നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞാൻ മണി കെട്ടിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അച്ഛനും മോനും കൂടെ അവിടെ നിന്ന് പായസവും കഴിച്ചുകൊണ്ടിരിക്കും. അതിലൊരു പായസം എനിക്കും കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് നേരെ കടൽ സൈഡിലോട്ടൊന്ന് പോയി. അമ്പോ, ചുറ്റിലും എന്തുമാത്രം സാധനങ്ങളാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ വിലയോ ഏറ്റ വിലയും. കുറച്ചുള്ളതും കാണും, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, വാ മക്കളെ കഴിക്കാൻ, വാ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് നേരം കടലിൽ കയറി നിന്നിട്ടോ ഈ കുഞ്ഞാശൻ തിരിച്ചു വരുന്നില്ല. ആശന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളിക്കാനൊക്കെ. വെള്ളമല്ലേ, വെള്ളത്തിൽ കളിക്കാൻ പിന്നെ പിള്ളേർക്കല്ലേ ഇഷ്ടം കൂടുതൽ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് അവൻ്റെ കൂടെ നിന്ന് അവൻ്റെ സന്തോഷത്തിന് നിന്നു. എന്നിട്ട് അവൻ നേരെ ഓടുക അവൻ. അപ്പോൾ അടുത്തൊരു ലോട്ടറിക്കാരൻ വന്നു. ലോട്ടറി വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തൊട്ടടുത്ത് കടലിൽ നമ്മുടെ വഞ്ചി എന്നൊക്കെ മീൻ പിടിച്ചുകൊണ്ട് വരുക ആൾക്കാർ. മീൻ പിടിച്ചുകൊണ്ട് വന്ന് കുട്ടി അയലയും കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അത് മീൻ പിടിച്ചുകൊണ്ടൊന്ന് ഒരു അവിടെ നിന്ന് വെക്കണം, ഒരു കവറ് 100 രൂപയ്ക്ക് തരാം എന്നൊക്കെ വരുന്നുകൊണ്ട് അവരേക്കൊന്നും പറയുക. അപ്പോൾ ചേട്ടനും പറഞ്ഞുകൊണ്ട് നഷ്ടമാണ്, കൊള്ളത്തില്ല എന്നൊക്കെ. പക്ഷേ ആയിരിക്കുമല്ലേ, അറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കടലിൽ കുറച്ച് നേരം കളിച്ചു. അവൻ ഒരു കാക്കയുടെ അടുത്തോട്ട് പോയി. നേരെ കടലിൽ കളിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ആദ്യക്കുട്ടന് ഒരു വാഴയ്ക്കപ്പവും വാങ്ങിച്ചു. ഞങ്ങളിതാണ്ട് കോളിഫ്ലവർ, അതിൻ്റെ കളറ് കാണുമ്പോൾ നിങ്ങൾ പേടിച്ചു പോകും കേട്ടോ. സംഭവം അത് കോളിഫ്ലവറാണ് കേട്ടോ. കോളിഫ്ലവറും വാങ്ങിച്ചു. ഞങ്ങൾ 3 ചായയും പറഞ്ഞു. അവനും ചായ കുടിച്ചു, കോളിഫ്ലവറും കഴിച്ചു. അവന് കോളിഫ്ലവർ നല്ല ഇഷ്ടപ്പെട്ടു. ചായയും കുടിച്ചു. അങ്ങനെ ഞാനും ചായ കുടിച്ചു.
ഇച്ചിരി കോളിഫ്ലവറും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. ചായക്ക് നല്ല ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വഞ്ചിക്കകത്ത് കയറി കേട്ടോ. വഞ്ചിയിലെ വന്നത് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ചെങ്കാറിൽ പോയി. ചെങ്കാറിൽ പോയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പോകാൻ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വഞ്ചിയിൽ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. വഞ്ചി കയറിയപ്പോഴത്തേക്കും അവന് കുറച്ചൊരിതായി, മിടുക്കനായി അവൻ. പിന്നെ കരച്ചിലൊന്നുമില്ല. ചെങ്കാറി കയറുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴായിരിക്കും പിള്ളേർക്ക് കരച്ചിലും കൂടുതൽ നേരം അവിടെ നിൽക്കാനായിട്ടൊക്കെ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ നേരെ വഞ്ചിക്കടവിൽ നിന്നും ബൈക്ക് വെച്ചിരുന്ന സ്ഥലത്ത് പോയി. ബൈക്കിലാട്ടോ അവിടെ വീട്ടിൽ നിന്ന് വന്നേ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.